അതിജീവിത ലൈംഗിക പരാതി നൽകിയതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ഹൈക്കോടതിയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവരങ്ങൾ രേഷ്മ ബാബുവും ഒപ്പം തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസും തരുന്നുണ്ട്. രേഷ്മയിലേക്കാണ് ആദ്യം പോകുന്നത്. രേഷ്മ, ഫോണ് ഓണാക്കി സ്വിച്ച് ഓൺ ആക്കി സ്വിച്ച് ഓഫ് ആക്കുന്നു. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്കത് കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിക്കുകയാണ് മാധ്യമങ്ങൾക്ക്. ഇത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായുള്ള നെട്ടോട്ടത്തിലാണ് രാഹുൽ എന്ന്. പക്ഷേ രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ പക്ഷേ കേരള പോലീസിനിട്ട് സാധിക്കുന്നുമില്ല. ഇതെന്തൊരു മറിമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം രാഹുലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതി സമീപിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ ആരംഭിച്ചത്. ഇന്നലെ തന്നെ, അതായത് മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിന്റെ ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകനുമായിട്ട് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സെഷൻസിൽ കൊടുക്കണോ അല്ലെങ്കിൽ ഹൈക്കോടതി കൊടുക്കണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത്, തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് തന്നെ ഹർജി കൊടുത്തുകൊണ്ട് അറസ്റ്റ് വിലക്കുവാനായിട്ടുള്ള ഒരാവശ്യം മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി വരുന്ന സമയത്ത് രാഹുൽ വാദിക്കുക തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിഷേധിച്ചുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് അതിജീവിത കൊടുത്തിട്ടുള്ള പരാതിയിലെ പരാമർശങ്ങൾ തന്നെയാണ്. കാരണം ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും തന്നെയാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. നിർബന്ധിതമായിട്ട് ഗർഭഛിദ്രം നടത്തുക, ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുക, ഗർഭാവസ്ഥയിൽ ഇരിക്കെ തന്നെ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഏർപ്പെടാൻ പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പെൺകുട്ടി ഈ പറയുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള BNS-ലെ വിവിധ വകുപ്പുകൾ തന്നെ ചുമത്തി IT ആക്ടും പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ബലാത്സംഗമൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ്, ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യം കൊടുക്കാനായിട്ടുള്ള സാധ്യത വളരെ വിരളമാണ്. മറ്റൊന്ന്, നേരത്തെ തന്നെ മേൽക്കോടതിയുടെ ചില ഉത്തരവുകളുണ്ട്. ഈ സെഷൻസിനെ സമീപിക്കാതെ വരുന്ന മുൻകൂർ ജാമ്യാപേക്ഷകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല ഹൈക്കോടതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെഷൻസിൽ പോകണമോ ഹൈക്കോടതിയിൽ പോകണമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിന്നിരുന്നത്. പക്ഷേ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ നേരിട്ട് മുൻകൂർ ജാമ്യ ഹർജി നൽകുവാൻ സാധിക്കും. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഉടൻ തന്നെ അത് ഹർജി നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് പ്രതിരോധത്തിൽ തന്നെയാണ്. കാരണം എല്ലാ വശങ്ങളിൽ നിന്നും സമ്മർദ്ദമേറുന്നുണ്ട്. അറസ്റ്റ് ചെയ്യണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നു. മറുവശത്ത് ഗുരുതരമായ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട് FIR ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനി സർക്കാരിനെ സംബന്ധിച്ചും രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ യാതൊരു നിവൃത്തിയുമില്ല. ഈ ഒരു അറസ്റ്റ് ഭയന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. എന്തായാലും ഉടൻ തന്നെ ഈ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി പ്രഥമ പരിഗണന നൽകുന്നത് ആ കേസ് ഏത് വിധത്തിലുള്ളതാണ്, FIR ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്, FIR-ൽ പറഞ്ഞിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ പരാതിയിൽ കുട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏത് വിധത്തിലാണ്, അതിന്റെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഗുരുതര സ്വഭാവം, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലേക്ക് കടക്കുകയുള്ളൂ. ഇടക്കാല ഉത്തരവ് വേണമെന്ന് സ്വാഭാവികമായിട്ട് ഹർജിക്കാരൻ ആവശ്യപ്പെടാം. പക്ഷേ അത് കൊടുക്കണമെങ്കിൽ ഹൈക്കോടതി ആദ്യമായിട്ട് പരിഗണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. പ്രശാന്തിനെ എനിക്കൊന്ന് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്ത് തരാമോ എന്ന് PCR-നോട് അഭ്യർത്ഥിക്കുകയാണ്. നെയ്യാറ്റിൻകര കോടതിയാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം കടക്കുകയാണ്. രേഷ്മ, തുടർന്നോളൂ.
ശ്യാം, അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശാന്ത് ഇട്ട ആ വാർത്ത, അതായത് രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മൊഴി അത് കൃത്യമായിട്ട് നിയമാനുസൃതം രേഖപ്പെടുത്തേണ്ടതുണ്ട്. രഹസ്യ സ്വഭാവത്തോടുകൂടി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന മൊഴി പിന്നീട് കുറ്റപത്രത്തിലടക്കം വലിയ രീതിയിൽ പഴുതുകൾ അടച്ചുകൊണ്ട് സമർപ്പിക്കാനായിട്ടുള്ള സാധ്യതകളിലേക്കാണ് എത്തിക്കുന്നത്. മറ്റൊന്ന്, ഈ രഹസ്യമൊഴിയിലാണ് ഇതിലെ കൃത്യമായിട്ട് ഈ കേസിന്റെ എല്ലാ ഗതികളും മറിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുക. അത് തന്നെയാണ് ഇപ്പോൾ ഈ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ള രണ്ടാം ഘട്ട നടപടിയിലേക്ക് പോലീസ് കടന്നത്. എന്തായാലും ഈ രഹസ്യമൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തി അതിൽ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ, ആ സ്വഭാവം, അത് ആ പറയുന്ന കാര്യങ്ങളിലെ വ്യക്തത, ഇതൊക്കെ തന്നെയായിരിക്കും കൂടുതലായിട്ട് പരിശോധിക്കുക. വിശദാംശങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. രഹസ്യമൊഴിയായിട്ടാണ് 164 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു. പ്രശാന്ത്, പറയൂ. നീക്കങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവതിയുടെ, അതായത് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു, അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. നെയ്യാറ്റിൻകര കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ വിവരങ്ങൾ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. ഒരു MLA-ക്കെതിരെ ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. നിർണായകമായ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുന്നത്. അതിൽ രഹസ്യമൊഴിയായിട്ടാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. അതിൽ പൂർണ്ണമായും നേരത്തെ നൽകിയ മൊഴിയും അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളും അടക്കം ചേർത്തുകൊണ്ടായിരിക്കും ഇനി തുടർന്ന് നീക്കങ്ങൾ നടക്കുക. എന്തായാലും ഏറ്റവും ഈ മണിക്കൂറിൽ ഏറ്റവും നടക്കുന്ന സംഭവമാണ്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ മൊഴി രേഖപ്പെടുത്തുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. നെയ്യാറ്റിൻകര കോടതിയിൽ അല്പസമയം മുമ്പാണ് യുവതി എത്തിയത്. എത്രത്തോളം നിർണായകമാണ്? ഐസൺ ജോസഫ് കൂടി ചേരുകയാണ്. 164 സ്റ്റേറ്റ്മെന്റ്, ഈ വിഷയത്തിൽ ഐസൺ കൃത്യമായി തന്നെ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അപ്പോഴും ചോദ്യമുണ്ട്, രാഹുൽ എവിടെ? ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ 18-20 മണിക്കൂറായി ഐസൺ ജോസ് ഈ പരാതി വന്നിട്ട് രാഹുലിനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും കേരള പോലീസിന് സാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. എങ്കിലും ഈ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് എത്രത്തോളം നിർണായകമാണ്? ശ്യാം, തീർച്ചയായും ഈ 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഇന്നലെ വരെ അതിജീവിതയുടെ മൊഴി എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ വരെ മൊഴി എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് എഴുതുന്നത് പോലീസാണ്. ഈ പോലീസ് എഴുതുന്ന രേഖയ്ക്കപ്പുറത്തേക്ക് ഇത് കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ്, കോടതിയിൽ ആ രേഖ അവതരിപ്പിക്കുക, കോടതിയിൽ മൊഴി അവതരിപ്പിക്കുക എന്നതാണ് ഈ കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, പോലീസിൽ നൽകിയ മൊഴി മാറ്റി പറയാനുള്ള സ്വാതന്ത്ര്യം മൊഴി നൽകിയ ആൾക്കുണ്ട്. എന്നാൽ കോടതിയിൽ അത് നൽകുകയാണെങ്കിൽ, കോടതിയിലെത്തി കോടതിയിൽ കൃത്യമായി മൊഴി നൽകുകയാണെങ്കിൽ ആ കോടതിയിൽ ആ ജഡ്ജി ആ കാര്യം കൃത്യമായി രേഖപ്പെടുത്തി റിപ്പോർട്ട് ചെയ്ത് വായിച്ച് അത്തരത്തിൽ അത് എഴുതി വയ്ക്കുക തന്നെ ചെയ്യും ആ രേഖയിൽ. അതായത് മൊഴി നൽകിയ ആളെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ബോധ്യപ്പെടുത്തി മൊഴി ഒപ്പുവെച്ചിരിക്കുന്നുവെന്ന് കോടതിക്ക് മുൻപാകെ ഈ മൊഴി കൊടുക്കുന്ന വ്യക്തി ഒപ്പിടുന്നതോടുകൂടി ആ രേഖയായി മാറുകയും പിന്നീട് അത് മാറ്റാൻ സാധിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതിൽ നിന്നും നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉറച്ച മനസ്സോടെ അതിജീവിത ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. കോടതിയിൽ ഈ മൊഴി നൽകി കഴിഞ്ഞാൽ പിന്നീട് ഈ രേഖ പൂർണ്ണമായ രേഖയാവുകയും മൊഴി മാറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും. മറ്റൊരു പ്രധാന വിഷയം കൂടി ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഈ അതിജീവിതയെ മറ്റു രീതിയിൽ സ്വാധീനിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുമെല്ലാം തന്നെയാണ് ഈ അടിയന്തരമായി മൊഴി രേഖപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന സെക്ഷൻ, അതായത് ഒരു അധികാര സ്ഥാനത്തിരുന്ന് ആ അധികാരത്തിൻ്റെ ബലം ഉപയോഗിച്ച് ഒരു ബലാത്സംഗ കൃത്യം ഒരു വനിതയ്ക്കെതിരെ നടത്തുക എന്ന ഒരു കടുത്ത കുറ്റകൃത്യം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആ കുറ്റകൃത്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും വീണ്ടും വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ നടത്താനും ഇവരുടെ മനസ്സ് മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനും അവരെ ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയ്ക്കുക, നിയമത്തിൻ്റെ മുന്നിൽ പൂർണ്ണമായും ഈ വിഷയം കൃത്യമായി ചിത്രമായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു രേഖയായി നിയമവൈദികളിൽ എത്തിക്കുക, നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുക, അത് കോടതിയുടെ മുന്നിലെത്തിക്കുക എന്നതാണ് ഈ പ്രത്യേക രഹസ്യമൊഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും. അതായത് വാദിയുടെയും അത്തരത്തിൽ അവശ്യരായ അഭിഭാഷകരും ഈ വ്യക്തിയും ജഡ്ജിയും മാത്രമായിരിക്കും കോടതിയിൽ ഉണ്ടായിരിക്കുക. മൊഴി നൽകുന്ന വ്യക്തിയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ മൊഴി നൽകുന്ന വ്യക്തി പ്രത്യേകിച്ച് വനിതയാണ്. ഇത്തരം കേസുകളെല്ലാം തന്നെ വളരെ സീക്രട്ടായി തന്നെ നൽകേണ്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായും ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഈ അതിജീവിത മുന്നോട്ട് പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി
നടത്തിയിട്ടുണ്ട്. സ്ത്രീത്വത്തിനെതിരായ കടുത്ത കുറ്റകൃത്യം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA യെ കൃത്യമായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ അതിജീവിത മുന്നോട്ട് പോകുന്നു എന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യം തന്നെയാണ് വ്യാഖ്യാനിക്കാൻ എല്ലാവിധ പിന്തുണയും ഈ നിമിഷം അതിജീവിതയ്ക്ക് നൽകുക എന്നതാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ വെച്ചു പുലർത്തേണ്ട ധാർമ്മികത എന്നാണ് തീർച്ചയായും ഞങ്ങൾക്കും പറയാനുള്ളത്.